ഇറാനെ സംബന്ധിച്ച് അവരെ നാണക്കേടിൽ നിന്ന് നാണക്കേടിലേക്ക് വീഴ്ത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഒരു ഫ്രഞ്ച് മാധ്യമം നൽകിയിരിക്കുന്നത്. ആ ഫ്രഞ്ച് മാധ്യമമായ ലെ പാരിസിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വന്നത് നസറുള്ള മരിച്ചതിൻ്റെ മണിക്കൂറുകൾക്കകം വന്നൊരു റിപ്പോർട്ടാണ് ഫ്രഞ്ച് മാധ്യമമായ ലെ പാരിസൻ. അതിൽ പറയുന്നൊരു കാര്യം, ഈ നസറുള്ളയുടെ മരണത്തിന് പിന്നിൽ ഒരു ഇറാൻ ചാരനാണ് എന്ന് പറയുന്നു. കാരണം ഈ നസറുള്ള 2006 മുതൽ ഒളിവുകാല ജീവിതം നയിക്കുന്ന ഒരു നേതാവാണ്. ഇടയ്ക്കൊക്കെ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് മുതൽ ഇസ്രായേൽ ഈ നസറുള്ളയെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അങ്ങനെ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ ഈ നസറുള്ളയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില ഇറാനിയൻ ഉദ്യോഗസ്ഥന്മാരെ ചാരന്മാരാക്കുകയായിരുന്നു. അങ്ങനെ ഈ നസറുള്ളയുടെ ഓരോ നീക്കവും കൃത്യമായി ഇസ്രായേലിനെ അറിയിച്ചിരുന്നത് ഈ ഇറാനിയൻ ചാരനാണ് എന്നാണ് ഇപ്പോൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ദഹിയയിലെ ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റ് സമുച്ചയത്തിനടിയിലായിരുന്നു നസറുള്ള പതിവായി എത്താറുള്ള ഈ ഭൂഗർഭ നിലയം. ഇവിടെ വെച്ചാണ് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കമാൻഡർമാരുമായി എടുക്കുന്നത്. ഇവിടെ കൃത്യമായി എത്തുന്ന സമയവും കൃത്യമായി തന്നെ ഇസ്രായേൽ സേനയെ അറിയിക്കുകയും വളരെ കൃത്യതയോടുകൂടി തന്നെ ഇസ്രായേൽ അവരുടെ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇറാനിൽ നിന്നുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ഇറാൻ തന്നെയാണ് പറഞ്ഞത്. 12 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം ഇറാൻ്റെ വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഒരു സൈനിക ക്യാമ്പ് ഓഫീസിനകത്ത് കടന്നാണ് ഹനിയെ കൊലപ്പെടുത്തിയത്. ഏതായാലും ഇറാനിൽ ഇപ്പോൾ വലിയ ഭൂകമ്പമാണ് ഈ റിപ്പോർട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം അനുയായികളെയും സേനയും പോലും വിശ്വസിക്കാനാവാതെ ഖമേനി അടക്കമുള്ള നേതാക്കൾക്ക് വെപ്രാളം തുടങ്ങിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.